സൈലത്തിൻ്റെ എറണാകുളം ഹൈബ്രിഡ് ക്യാമ്പസിലേക്ക് ഒരു വിസിറ്റ് നടത്തുകയാണ്. MG Road മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു 100 മീറ്റർ നടന്നാൽ കച്ചേരിപ്പടി ജംഗ്ഷൻ എത്തും. കച്ചേരിപ്പടി സിഗ്നലിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് റൈറ്റിലേക്കുള്ള നേരെയുള്ള റോഡിൽ ഒരു 100 മീറ്റേഴ്സ് നടന്നാൽ സൈലത്തിൻ്റെ ഹൈബ്രിഡ് ക്യാമ്പസിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അങ്ങനെ നമ്മൾ സൈലത്തിൻ്റെ കച്ചേരിപ്പടിയിലുള്ള ഹൈബ്രിഡ് ക്യാമ്പസിൽ എത്തിയിരിക്കുകയാണ്. അകത്ത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് നോക്കാം. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ റിസപ്ഷൻ ലോബിയാണ്. റിസപ്ഷൻ ലോബിയുടെ എൻഡിൽ നിങ്ങൾക്ക് റിസപ്ഷൻ ഡെസ്ക് ഒക്കെ കാണാം. ഇവിടെയാണ് നമ്മുടെ അഡ്മിഷൻസ് ഒക്കെ നടക്കുന്നത്. നിങ്ങൾ കയറി വന്ന് ഇവിടെ നിന്നാണ് അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ റൂം. അഡ്മിനിസ്ട്രേറ്ററിൻ്റെ റൂമിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസും മെയിൻലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. നമ്മുടെ ക്ലാസ് റൂമും സ്റ്റാഫ് റൂംസ് ഒക്കെ വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. നമുക്ക് അവിടെ എന്തൊക്കെയാണുള്ളത് നോക്കാം. കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ക്ലാസ് റൂംസ് ആണ് സൈലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ആ ഒരു ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മൾ എറണാകുളത്തെ ഹൈബ്രിഡ് ക്യാമ്പസിലും ഫോളോ ചെയ്ത് പോകുന്നത്. നമ്മൾ ക്ലാസ്സസിലേക്ക് വന്ന് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള DPP ബുക്സ് ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ DPPയുടെ ബേസിലുള്ള സ്ലൈഡുകൾ ഫാക്കൽറ്റീസ് ക്ലാസ്സസിൽ പ്രൊജക്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മളിപ്പോൾ DPP ബുക്സിൽ ഇപ്പോൾ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്റർ ഞാൻ ഇവിടെ തുറന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലൈഡുകൾ നിങ്ങൾക്ക് അവിടെ ഡിജിറ്റൽ ബോർഡിൽ കാണാൻ സാധിക്കും. സോ അതിൻ്റെ പ്രകാരമായിട്ട് ഫാക്കൽറ്റീസ് നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ DPPസിൽ നോട്ട് ചെയ്ത് എഴുതിയാണ് പോകുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഹൈബ്രിഡ് ക്യാമ്പസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സക്സസ് എന്ന് പറയുന്നത്. യെസ്, ഇവിടെയാണ് നമ്മുടെ ഫാക്കൽറ്റി റൂമെല്ലാം ഉള്ളത്. ഫാക്കൽറ്റീസ് പ്രിപ്പയർ ചെയ്യുന്നതും ക്ലാസ്സിന് മുമ്പ് ഒന്ന് റെസ്റ്റ് എടുക്കുന്നതൊക്കെ റൂം ഇവിടെയാണ്. ഇവിടെ തന്നെയാണ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും നടക്കുക. അതായത് നിങ്ങൾ ഓരോ ക്ലാസ്സുകളുടെ ഇടയിലേക്ക് പോകുമ്പോൾ ക്ലാസ്സസിന് ഇൻ ബിറ്റ്വീൻ ബ്രേക്സിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഫാക്കൽറ്റീസ് ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഈ കാണുന്ന സെഷൻ മൊത്തം നമ്മൾ ഫാക്കൽറ്റി റൂംസും അതേപോലെ തന്നെ സ്റ്റാഫ്സിന് റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയാസും ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നതല്ല. സോ നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും ഡിസ്പാച്ച് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇൻ്റഗ്രേറ്റഡ് കോഴ്സസിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വീര ബാച്ചസിൻ്റെ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാം നിങ്ങൾ ഫൗണ്ടേഷൻ മുതൽ പല സബ്ജക്ട്സിൻ്റെ MCQs അടക്കമുള്ള മെറ്റീരിയൽസ് എല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ക്ലാസ്സസിലേക്ക് വരുന്നതനുസരിച്ച് അതിൻ്റെ മൊത്തമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ 1 ഇയർ നീറ്റ് പ്രിപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഫിസിക്സിൻ്റെ ആയിക്കോട്ടെ, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി സെപ്പറേറ്റ് ആയിട്ടുള്ള DPPകളെല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ ഹൈബ്രിഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഡെയിലി പരീക്ഷകൾ എഴുതണം. സോ ഡെയിലി പരീക്ഷകൾ എന്ന് പറയുമ്പോൾ നീറ്റിൻ്റെ മാതൃക പക്ക OMR ഓഫ്ലൈൻ മോഡാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഇനി അങ്ങോട്ട് എല്ലാ ഡെയിലി എക്സാമുകളും ഒരു OMR ഷീറ്റിലായിരിക്കും എഴുതാൻ പോകുക. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഉണ്ടായിരിക്കും. അപ്പം നീറ്റിൻ്റെ അതേ മാതൃകയിൽ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സ് ഇങ്ങനെ നോക്കി വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, OMRൽ ബബിൾ ചെയ്യും. അങ്ങനെ നിങ്ങൾ ഓഫ്ലൈൻ പരീക്ഷകളെ കൂടുതലായിട്ട് അടുത്തറിഞ്ഞ് നീറ്റ് എക്സാം എഴുതാൻ റെഡിയാവും. സോ ഞാനിപ്പോൾ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ്. സോ ഇവിടെ മൊത്തം നിങ്ങൾക്ക് കാണാം ക്ലാസ് റൂംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ തേർഡ് ഫ്ലോറിലും നമുക്ക് മൊത്തം ക്ലാസ് റൂംസ് തന്നെയാണ്. സോ നമുക്കൊരു ക്ലാസ് റൂം എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ക്ലാസ്സിൻ്റെ തൊട്ട് പുറത്ത് തന്നെ ഇവിടെ മെൻറ്റേഴ്സിൻ്റെ പവലിയൻ ഉണ്ടായിരിക്കും. അതായത് ഇവിടെയാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് ഓഫ് മെൻറ്റേഴ്സ് ഇരിക്കുക. മെൻറ്റേഴ്സ് നിങ്ങളുടെ കണ്ടിന്യൂസ് വാലുവേഷന് വേണ്ടി ഇവിടെ ഉണ്ടാകും. നിങ്ങളുടെ എക്സാംസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഡാറ്റ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മെൻറ്റേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. സൈലം എറണാകുളം ക്യാമ്പസിൽ നീറ്റ് 2026 റിപ്പീറ്റ് ചെയ്യുന്നവരുടെ ഹോസ്റ്റലിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എയർ കണ്ടീഷൻ റൂംസും അല്ലാത്ത നോൺ AC റൂംസും ഇവിടെ അവൈലബിൾ ആണ്. സെപ്പറേറ്റ് ആയിട്ട് ഡൈനിങ് ഹാൾസ് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റഡി ഹാൾസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് കൂടുതൽ ഹോസ്റ്റൽ കാഴ്ചകളിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾ ഒരു വർഷത്തേക്ക് നീറ്റ് 2026 വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന സൈലം കച്ചേരിപ്പടി എറണാകുളത്തുള്ള ഹൈബ്രിഡ് ക്യാമ്പസ്. സോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ അടക്കമുള്ള ഫെസിലിറ്റീസ് എല്ലാം സെറ്റാണ്. സോ വേഗം തന്നെ അഡ്മിഷൻസ് ഉറപ്പുവരുത്തുക. സൈലം എറണാകുളം ഹൈബ്രിഡ് ക്യാമ്പസിലേക്ക് ഓൾ ദി വെരി ബെസ്റ്റ്.